നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസ്. 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ. PM സോമൻ നേടിയ 9-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് K കൊച്ചനിയൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിഭാഗീയത പരിഹരിക്കേണ്ടവർ തന്നെ പരസ്യമായി വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അണികളെ താക്കീത് ചെയ്യാനും കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും നേതൃത്വം ഏറെ ബുദ്ധിമുട്ടേണ്ടിവരും. കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ എൻവിയോൺമെന്റ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലുകളിൽ ഇടം പിടിച്ചു. ഒരൽപ്പം കരതരു, കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരൂപക ശ്രദ്ധ നേടുന്നു. ഭക്തി പുരസരം കുചേല ദിനാചരണം. അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും പന്തീരടി പൂജയ്ക്ക് ഭഗവാന് നിവേദിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയ പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായമരക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീട്ടിലെ പറമ്പിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞു കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തൊടിയിൽ 1.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത്. അത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ജാമ്യം നേടി ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. മോഷണം നടന്ന വീടിന്റെ സമീപമാണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. 8 മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയത് എങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതരാവുകയായിരുന്നു. ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെയും വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നത് റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നമ്മളിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കേസിനാസ്പദമായ മോഷണം നടന്നത്. നിരീക്ഷണ ക്യാമറ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടഞ്ഞിരുന്നു. കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. പ്രഭു എന്ന മുൻകാലത്തിൽ ക്രിമിനൽ റെക്കോർഡ്സുള്ള വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ, പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത്, പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ, പൊന്നാനി പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, മലപ്പുറം എന്നീ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്.
CCTV ന്യൂസ് പുന്നൂർകുളം. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന അധ്യക്ഷയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു C ജേക്കബ്, VL ബിജു എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധി റിജു പ്രതാപ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ആശുപത്രി മാലിന്യ സംസ്കരണത്തിന്റെ പ്രായോഗിക ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ജീവനക്കാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ. PM സോമൻ നേടിയ 9-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് K കൊച്ചനിയൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സമാപിച്ച പ്രതിനിധി സമ്മേളനത്തിൽ 21-അംഗ ഏരിയ കമ്മിറ്റിയെ ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ബാലാജി, ഉഷ പ്രഭുകുമാർ എന്നിവർക്ക് പുറമെ KA അസീസ്, KG പ്രമോദ് എന്നിവരും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. പകരം PA മുസ്തഫ, C അംബികേശൻ, പത്മം വേണുഗോപാൽ, KA സൈഫുദ്ദീൻ എന്നിവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 21 അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്ന ഏക അജണ്ടയുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഏരിയ സെക്രട്ടറി MN സത്യൻ PM സോമന്റെ പേര് നിർദ്ദേശിക്കുകയും MB പ്രവീൺ പിന്താങ്ങുകയും ചെയ്തു. K കൊച്ചനിയന്റെ പേര് MN മുരളീധരൻ നിർദ്ദേശിക്കുകയും KB ജയൻ പിന്താങ്ങുകയുമായിരുന്നു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് മത്സരം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുപക്ഷവും മത്സരരംഗത്ത് ഉറച്ചു നിന്നതോടെ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയായിരുന്നു. MN സത്യൻ, PM സോമൻ, MB പ്രവീൺ, KB ഷിബു, NK ഹരിദാസൻ, സീതാ രവീന്ദ്രൻ, TA ഫൈസൽ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, C അംബികേശൻ എന്നീ 9 പേർ സോമന് അനുകൂലമായും PM സുരേഷ്, MN മുരളീധരൻ, K കൊച്ചനിയൻ, CG രഘുനാഥ്, KK സതീശൻ, KB ജയൻ, TC ചെറിയാൻ, MV പ്രശാന്തൻ മാസ്റ്റർ, PG ജയപ്രകാശ്, പത്മം വേണുഗോപാൽ, PA മുസ്തഫ എന്നീ 11 പേർ കൊച്ചനിയന് അനുകൂലമായും കൈയുയർത്തി പിന്തുണ വ്യക്തമാക്കി. DYFI നേതാവ് KA സൈഫുദ്ദീൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷത പാലിച്ചു. അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഏരിയയിലെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ വലിയ അസ്വാരസ്യങ്ങളില്ലാതെ നടത്തിയാണ് ഏരിയ സമ്മേളനം ചേർന്നത്. എന്നാൽ സമ്മേളനങ്ങളിൽ പ്രതിനിധികളായവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് മത്സരം അരങ്ങേറിയത്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കണ്ടാണിശ്ശേരിയിലെ വിഭാഗീയതയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാക്കളാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതെന്നാണ് രസകരം. വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്നവർ തന്നെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അണികളെ താക്കീത് ചെയ്യാനും കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇവർക്ക് എന്തവകാശമെന്നാണ് പ്രവർത്തകരുടെ ചോദ്യം. CCTV ന്യൂസ്, കേച്ചേരി. ലഹരിമുക്ത തീരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും തമ്മിൽ കളിയാണ് ലഹരി എന്ന സന്ദേശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശന ക്രിക്കറ്റ് മത്സരം ആവേശമായി. പഞ്ചവടി ക്രിക്കറ്റ് മൈതാനത്ത് സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയെ കൗൺസിലർ ഷാനവാസും കോസ്റ്റൽ പോലീസ് ടീമിനെ പോലീസിന്റെ സംസ്ഥാന താരം അവിനാശ് മാധവനും നയിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കോസ്റ്റൽ പോലീസ് വിജയികളായി. കുന്നംകുളം ACP CR സന്തോഷ് സമ്മാനദാനം നടത്തി. കുചേല ദിനത്തിൽ അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ഭക്തർ അവിൽപ്പൊതികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും പന്തീരടി പൂജയ്ക്ക് ഭഗവാന് നിവേദിച്ചു. നാളികേരം, ശർക്കര, നെയ്യ്, ജീരകം എന്നിവ ചേർത്ത അവിലാണ് കുഴച്ച് തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നിവേദിച്ച അവിൽ ഭക്തർക്ക് പ്രസാദമായി നൽകി. അത്താഴ പൂജയ്ക്കും ഭഗവാന് അവിൽ നിവേദിക്കും. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ കുചേല ദിനം ആചരിക്കുന്നത്. കുചേല ദിനത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ സ്മാരക സമിതിയുടെ കഥകളി സംഗീതം നടന്നു. രാത്രി കുചേലവൃത്തം കഥകളിയും ഉണ്ടായിരുന്നു. നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് പല ഭാഗങ്ങളിലും തകർന്നു തുടങ്ങി. BMBC നിലവാരത്തിൽ പണിത റോഡ് പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടി കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപം റോഡ് ഇടിഞ്ഞ് ചാലുപോലെ താഴ്ന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശമാണ് താഴ്ന്ന് കുഴിയായിരിക്കുന്നത്. ഇത് ഇരുചക്ര വാഹനയാത്രക്കാർക്കുൾപ്പെടെ വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വാഹനങ്ങൾ താഴ്ന്ന ഭാഗത്തേക്ക് ഇറക്കാതെ മറുവശത്തുകൂടി ഓടിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. എരുമപ്പെട്ടി കരിയന്നൂരിലും റോഡ് വിണ്ടുപൊട്ടിയിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പുതുമ മാറുമ്പോഴേക്കും തകർന്ന് അപകടക്കെണിയായി മാറിയതെന്ന് ആരോപണം ഉയരുന്നു.
കാട്ടകമ്പൽ പഞ്ചായത്തിൽ ബണ്ട് വരമ്പ് തകർന്ന് കൃഷി നശിച്ച വാവേക്കർ കോൾപ്പടവ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ബണ്ട് പുനർനിർമ്മിക്കാത്തതിനാൽ വാവേക്കർ കോൾപ്പടവിലെ കർഷകർ ഇത്തവണ കൃഷി ഉപേക്ഷിച്ചത് CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ചത്. ജില്ലാ വാട്ടർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി, ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മേനോൻ, കൃഷി ഓഫീസർ അനൂപ് വിജയൻ എന്നിവരടങ്ങിയ സംഘം ബണ്ട് തകർന്ന സ്ഥലം പരിശോധിച്ചു. ബണ്ട് പുനർനിർമ്മിക്കാതെയും വെള്ളക്കെട്ട് ഒഴിയാതെയും വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറഞ്ഞു. മാർച്ച് മാസത്തിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് ബണ്ട് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. താമ്രവട്ടം കോൾപ്പടവിന്റെ ബണ്ട് വരമ്പ് മണ്ണിട്ടുയർത്താനും നടപടിയെടുക്കും. ബണ്ട് പൊട്ടി വാവേക്കർ താമരവട്ടം കോൾപ്പടവിലെ കൃഷി പൂർണ്ണമായി നശിച്ചിരുന്നു. താമരവട്ടത്ത് വെള്ളം വറ്റിച്ച് വീണ്ടും കൃഷി ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. എന്നാൽ ഊറ്റുവെള്ളം പാടത്തേക്ക് ഒഴുകുന്നത് തിരിച്ചടിയാകുന്നുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട ചെറുതാണി പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 3 ഏക്കറോളം വരുന്ന നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. ചിറ്റണ്ട തൃക്കണപതിയാരം കടമാങ്കുളം വിനോദ് പാട്ടത്തിനടുത്ത് ചെയ്യുന്ന കൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. വെള്ളക്ഷാമവും പുഴുക്കേടും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നികളുടെ ആക്രമണം. മരുന്നടിച്ച് കേടുകളിൽ നിന്നും നെൽച്ചെടി സംരക്ഷിച്ച് വിളവിന് പാകമായപ്പോഴാണ് പന്നികൾ കണ്ടത്തിലിറങ്ങി വ്യാപകമായി കുത്തിമറിച്ച് കൃഷി നശിപ്പിച്ചത്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകന് വരുന്നത്. കാട്ടുപന്നി ശല്യം തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പാടശേഖരത്തില് 3 ഏക്കറോളം വരുന്ന നെൽകൃഷി കാട്ടുപന്നി ശല്യം മൂലം നശിച്ചു. വിളഞ്ഞ നെല്ലാണ്. അപ്പോൾ അതിനുവേണ്ട നടപടികൾ അധികൃതരുന്നുണ്ടാവുക. കുനമുച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർധന രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA കേക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, അരുവി പുനരധിവാസ കേന്ദ്രം ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കൽ, കുനമുച്ചി ഇടവക കൈക്കാരൻ PV തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MK ആന്റണി, പൗരാവലി ഭാരവാഹികളായ മാർട്ടിൻ PJ, സ്റ്റൈജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ നിർധന കുടുംബാംഗങ്ങളായ കിടപ്പുരോഗികൾക്കാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് വിതരണം ചെയ്തത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ കബഡിയിൽ പുന്നീർകുളം പഞ്ചായത്ത് ചാമ്പ്യന്മാരായി. കടിക്കാട് സ്കൂളിൽ നടന്ന ഫൈനലിൽ കടപ്പുറം പഞ്ചായത്തിനെ 17-നെതിരെ 20 പോയിന്റുകൾക്ക് തോൽപ്പിച്ചാണ് പുന്നീർകുളം പഞ്ചായത്ത് കിരീടം നേടിയത്. തുടർച്ചയായ 2ാം തവണയാണ് പുന്നീർകുളം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. വനിതാ വിഭാഗം കബഡിയിൽ എതിർ ടീം ഇല്ലാത്തതിനാൽ പുന്നീർകുളം പഞ്ചായത്ത് ടീം ജില്ലാ മത്സരത്തിലേക്ക് നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം കണ്ടാണശ്ശേരി പഞ്ചായത്തിന് ഓവറോൾ ട്രോഫി. 297 പോയിന്റ് നേടിയാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടത്തിന് അർഹരായത്. കലാമത്സരങ്ങളിൽ 132 പോയിന്റും കായിക വിഭാഗം മത്സരങ്ങളിൽ 165 പോയിന്റും നേടിയാണ് കണ്ടാണശ്ശേരി വിജയകിരീടം ചൂടിയത്. ഡിസംബർ 7 മുതൽ 15 വരെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കാട്ടകമ്പാൽ, ചൂണ്ടൽ, കടവല്ലൂർ, പോർക്കുളം, കണ്ടാണശ്ശേരി, വേലൂർ, കടങ്ങോട്, ചൊവ്വന്നൂർ തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 ഗ്രാമപഞ്ചായത്തുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തായിരുന്ന കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും അഭിമാന നേട്ടത്തിലൂടെ 1ാം സ്ഥാനത്താണ്. 5ാം വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ കായിക യുവജനക്ഷേമ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനുമായ PK അസീസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളെ ക്രോഡീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 3ാം സ്ഥാനത്തിനും അർഹരായി. വിജയികൾക്കുള്ള സമ്മാനദാനം പിന്നീട് നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച രാവിലെ വിളക്കുപന്തലിലേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് 11-ന് അന്നദാനം, വൈകിട്ട് 5:30-ന് ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും താലം, പഞ്ചവാദ്യം, ആന, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, അയ്യപ്പൻ വാവർ സംവാദം, ഗുരുതി എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. കാട്ടകമ്പാൽ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദേശവിളക്കാഘോഷം നടത്തിയത്. കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ എൻവിയോൺമെന്റ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലുകളിൽ ഇടം പിടിച്ചു. ഒരൽപ്പം കരതരു, കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരൂപക ശ്രദ്ധ നേടുന്നു.
The ocean is a storehouse of biodiversity. Every living being on earth has a unique dharma and its own significance. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന് വേണ്ടിയാണ് ശശികുമാർ അമ്പലത്തറ ഡോക്യുമെന്ററി ഒരുക്കിയത്. ചാവക്കാട്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലെ തീരങ്ങളിലാണ് കടലാമകൾ മുട്ടയിടാനെത്തുന്നത്. നെറ്റൽ ഫിലോപാട്രി എന്ന ജൈവ പ്രതിഭാസം അനുവർത്തിക്കുന്ന ജീവികളാണ് കടലാമകൾ. ജനിച്ചു വീണ അതേ തീരമായിരിക്കും പെണ്ണാമകൾ മുട്ടയിടാനായി വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം കടലാമകൾ ഇതിനായി യാത്ര ചെയ്യാറുണ്ട്. മുട്ട വിരിഞ്ഞ് കടലിലേക്കിറങ്ങിയ ആൺകടലാമകൾ പിന്നെ ഒരിക്കലും കടലിലേക്ക് തിരിച്ചു വരാറില്ല. ഇത്തരം വസ്തുതകളിലൂന്നിയാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചത്. 2 വർഷം സമയമെടുത്താണ് ജൈവവൈവിധ്യത്തെ മുറുകെ പിടിക്കുന്ന കാഴ്ചകളുമായി ഒരൽപ്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ഒരുക്കിയത്. വിജേഷ് നാഥ്, മധു കാവിൽ എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. Turtles play an important role in many mythological legends around the world. Humans have a moral responsibility to preserve the culture and heritage of other flora and fauna that share the earth with us. വൈൽഡ് ലൈഫ് വാസ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത്, പൂനെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി 10ഓളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCTV. പരസ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന കോടതി വിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശത്രുതാപരമായ നടപടികളിലും പ്രതിഷേധിച്ച് പരസ്യമേഖലാ തൊഴിലാളികൾ വെള്ളിയാഴ്ച കുന്നംകുളം നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 നടക്കുന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് KK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KB സോമരാജ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് TV വിമൽ, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി നവരംഗ് തുടങ്ങിയവരും പങ്കെടുക്കും. ശക്തമായ സമര പരിപാടിയിലൂടെ തൊഴിലാളികളുടെ പ്രതിഷേധം അധികാരികളിലേക്ക് എത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഫ്ലെക്സ് നിരോധനത്തിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ തൊഴിൽ രഹിതരാക്കിയെന്നും നിബന്ധനകൾക്ക് വിധേയമായി ബോർഡുകൾ സ്ഥാപിക്കാനുള്ള അനുമതികൾ നൽകണമെന്നും യൂണിയൻ നേതാക്കളായ KB സോമരാജ്, ഷാജി നവരംഗ്, CK സുനിൽ, രാജൻ ചൊവ്വന്നൂർ എന്നിവർ ആവശ്യപ്പെട്ടു. വാടക കൊടുത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അവരുടെ അനുവാദത്തോടു കൂടി വെച്ച പല ബോർഡുകളും ഈ വിധിയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നഗരസഭ നീക്കം ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രതിഷേധം ആണ് ഈ വരുന്ന 20-ാം തീയതി കാലത്ത് 10 മണി മുതൽ കുന്നംകുളം നഗരസഭയുടെ മുന്നിൽ ഞങ്ങൾ പരസ്യമേഖല തൊഴിലാളികൾ ധർണ ഇരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. UDF അധികാരമോഹത്തിന്റെയും ജീർണതയുടെയും രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്ന് NK അക്ബർ MLA പറഞ്ഞു. LDF പുന്നയൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ യാത്രയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഈ നാടും നാട്ടുകാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഗുണങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ നേരിട്ടറിഞ്ഞവരാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പുന്നയൂർ പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾ ഇടത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ അംഗീകരിച്ചവരാണെന്നും MLA പറഞ്ഞു. UDFന്റെ കുപ്രചരണങ്ങൾ ജനം തള്ളിക്കളയുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച രാവിലെ എടക്കരയിൽ നിന്നാണ് വികസന മുന്നേറ്റ യാത്ര ആരംഭിച്ചത്. പഞ്ചായത്തിലെ 20 വാർഡുകളിൽ 29 വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾക്ക് ശേഷം അകലാട് മൊഹിയുദ്ദീൻ പള്ളി ഭാസ്കരേട്ടൻ പീടിക പരിസരത്ത് LDF വികസന മുന്നേറ്റ യാത്ര സമാപിച്ചു. CPM ലോക്കൽ സെക്രട്ടറി V സമീർ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് മെമ്പർ ജിസ്ന ലത്തീഫ്, LDF നേതാക്കളായ KB ഫസലുദ്ദീൻ, PV ജാബിർ, MA വഹാബ്, പഞ്ചായത്തിലെ LDF ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അകലാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി TS സജീഷ് സ്വാഗതവും നാഷണൽ ലീഗ് മണ്ഡലം ഭാരവാഹി C ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നേർകുളം.
ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ സംയോജിത സഹകരണ വികസന പദ്ധതിയുടെ ധനസഹായത്തോടെ പുന്നൂർകുളം സർവീസ് സഹകരണ ബാങ്കിൽ ഓൺ-ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു. 20 കിലോവാട്ട് പവർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചത്. ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ബാബു അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ രമണി അശോകൻ, മുഹമ്മദ് അലി കോറോത്തയിൽ, കെ ധർമ്മൻ, രാജേഷ് പാഴിയൂർ, യശോധര മോഹനചന്ദ്രൻ, ടിപ്പു സുൽത്താൻ, TC കബീർ, AD പ്രിയേഷ്, അനീഷ നസീർ, ബ്രാഞ്ച് മാനേജർമാരായ A അബു താഹിർ, മിനി സുരേഷ്, സെക്രട്ടറി AK സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു ദിവസം 100 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നിലവിലെ സംവിധാനത്തിന് കഴിയും. ബാങ്കിന്റെയും ബ്രാഞ്ചുകളുടെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി ഉപയോഗം പ്രതിദിനം 70 യൂണിറ്റിൽ കുറവ് മാത്രമേ വരുന്നുള്ളൂ. കൂടുതലായി ലഭിക്കുന്ന 30 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി KSEBക്ക് വിൽക്കാനും സാധിക്കുന്ന തരത്തിലാണ് സോളാർ സംവിധാനം ഒരുക്കിയത്. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ വെള്ളിയാഴ്ച മുതൽ നടക്കുന്ന പരമതത്വ സമീക്ഷാ സത്രത്തിനുള്ള വിളംബര ഘോഷയാത്രയ്ക്ക് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ സ്വീകരണം നൽകി. അരി, നാളികേരം, മത്തൻ, കുമ്പളങ്ങ, കായ എന്നിവ സമർപ്പിച്ചു. മാരാത്ത് കമലാക്ഷിയമ്മ ഭദ്രദീപം തെളിയിച്ചു. ധനലക്ഷ്മി രാജഗോപാൽ നിറപറ ചൊരിഞ്ഞു. പ്രസാദ വിതരണവും ഉണ്ടായി. ദേവസ്വം ഓഫീസർ A സുരേഷ്, സമിതി സെക്രട്ടറി രാജു മാരാത്ത് എന്നിവർ നേതൃത്വം നൽകി. നെല്ലിനുപയോഗിക്കുന്ന പ്രധാന വളമായ യൂറിയ ചെറുകിട നെൽ കർഷകർക്ക് വ്യാപാരികൾ നൽകുന്നില്ലെന്ന് പരാതി. ചെറിയ അളവിൽ വളം വാങ്ങാനെത്തുന്നവർക്ക് യൂറിയ അടങ്ങിയ മിശ്രിത വളങ്ങളാണ് വ്യാപാരികൾ നൽകുന്നത്. ഇതിന് യൂറിയയേക്കാൾ വില കൂടുതലാണ്. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടുകൂടിയാണ് യൂറിയ വിപണിയിലെത്തുന്നത്. 45 കിലോഗ്രാം അടങ്ങുന്ന ഒരു ചാക്കിന് 1400 രൂപയോളം യഥാർത്ഥ വിലയുണ്ടെങ്കിലും 266 രൂപ 50 പൈസയ്ക്കാണ് സൊസൈറ്റികൾ വഴി കർഷകർക്ക് നൽകുന്നത്. ദ്രാവക യൂറിയ ലഭ്യമാണെങ്കിലും തളിക്കാനുള്ള കൂലിച്ചെലവ് കർഷകർക്ക് അധിക ചെലവ് വരുത്തുന്നതായി ഇവർ പറയുന്നു. ഒരുമനൂർ പഞ്ചായത്ത് ക്ഷീര കർഷകർക്കായി കാലിത്തീറ്റ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന ടീച്ചർ, മെമ്പർമാരായ ഹസീന അൻവർ, നഷ്റ മുഹമ്മദ്, ബിന്ദു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിൽ വാൾവ് തകർന്നു. വെള്ളം പാഴായി പോകുന്നു. തൃശൂർ കുന്നംകുള റോഡിൽ ചൂണ്ടലിലാണ് പൈപ്പ് ലൈനിലെ വാൾവ് തകർന്ന് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ചൂണ്ടൽ ഐസ് പ്ലാന്റിനും ഹോട്ടൽ ആര്യാസിനും മധ്യയായി പാതയോരത്തുകൂടി കടന്നുപോകുന്ന പൈപ്പിന്റെ വാൾവാണ് തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വാൾവ് തകർന്നതെന്നാണ് കരുതുന്നത്. വാൾവ് തകർന്നതിനെ തുടർന്ന് ലൈനിനേക്കാൾ ഉയരത്തിൽ വെള്ളം ഉയർന്നു പോകുന്ന സാഹചര്യമാണ് ബുധനാഴ്ച രാവിലെ ഉണ്ടായിരുന്നത്. വൈദ്യുതി കമ്പിയിലേക്ക് വെള്ളം ശക്തമായി അടിക്കുന്ന സാഹചര്യത്തിൽ പാറന്നൂരിലെ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂലറ്റ് വിനു KSEB അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതരെയും ഫോണിൽ വിളിച്ച് വെള്ളം പാഴായി പോകുന്നതിനെക്കുറിച്ച് ധരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പൈപ്പ് പൊട്ടിയതെന്ന് കരുതുന്നു. രാവിലെ ഏകദേശം 15 അടി ഉയരത്തിലാണ് വെള്ളം ഉയർന്നു പൊങ്ങി പാഴായി പോയിരുന്നത്. ഈ സമയം റോഡിലൂടെ കടന്നുപോയ വാഹനയാത്രികർ ഉൾപ്പെടെയുള്ളവർ നനയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏകദേശം 12 മണിക്കൂറിലധികം പിന്നിടുമ്പോഴും വാൾവ് പുനഃസ്ഥാപിക്കാനോ കുടിവെള്ളം പാഴാകുന്നത് തടയാനോ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പല മേഖലകളിലും കുടിനീര് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് പൊട്ടിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. നല്ല ലെവൽ ഗേവിലും കൂടി തട്ടിയിട്ടാണ് വെള്ളം പോയത്. അപ്പോൾ തന്നെ നമ്മൾ KSEB വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വെള്ളം വന്നൊന്ന് അടിയന്തരമായി നിർത്താനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കുടിയിറക്കൽ നടപടി നേരിട്ട നിർധന കുടുംബങ്ങൾക്ക് സംരക്ഷണമൊരുക്കി കോൺഗ്രസ്. കടങ്ങോട് പഞ്ചായത്തിലെ CPM ഭരിക്കുന്ന വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോണെടുത്ത് നിർധനരും രോഗപീഡിതരുമായ നിരവധി കുടുംബങ്ങൾ ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ജപ്തി നടപടിക്കായി അവധി വാങ്ങുകയും ഉദാരമതികളിൽ നിന്ന് പണം സമാഹരിച്ച് കുടിശ്ശികകളിലേക്ക് ആദ്യ ഗഡുവായി പണം അടച്ച് കുടിയിറക്കൽ നടപടികൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകി. മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ റൂബി ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാമിനോ സന്ദേശയാത്രയുടെ തൃശൂർ ജില്ലയിലെ പ്രയാണം തൊഴിയൂർ MKA കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ സിയാറത്തോടുകൂടി ആരംഭിച്ചു. ജനുവരി 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായാണ്
ചെമ്മാട് ദാറുൽ ഹിദായ നഗറിൽ റൂബി ജൂബിലി സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം സെൻട്രൽ കമ്മിറ്റിയാണ് വാമിനോ സന്ദേശയാത്ര നടത്തുന്നത്. ദാറുൽ ഹുദ അധ്യാപകരായ സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി, അബ്ദുൾ ജലീൽ ഹുദവി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാവിലെ കൊഴിങ്ങര തൊഴിയൂർ ഉസ്താദിന്റെ ഖബർ സിയാറത്തോടുകൂടി ആരംഭിച്ചത്. തുടർന്ന് തൊഴിയൂരിലെ സ്വീകരണത്തിനു ശേഷം അകലാട് തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ സ്വീകരണം നൽകി. എടക്കഴിയൂർ റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് സാദിഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ച് ആരംഭിച്ച സ്വീകരണ സമ്മേളനം ഷറഫുദ്ദീൻ മൗലവി വെന്മേനാട് ഉദ്ഘാടനം ചെയ്തു. അകലാട് വാഫിയ കോളേജ് പ്രിൻസിപ്പൽ ഹംസ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VP മൊയ്തീൻ ഹാജി, പുന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന്, MIC മാനേജർ കബീർ ഫൈസി, തൻവീറുൽ ഇസ്ലാം മദ്രസ സെക്രട്ടറി മുഹമ്മദ് അലി നാലാങ്കല്, 3 സ്റ്റാർ കുഞ്ഞു മുഹമ്മദ് ഹാജി, MIC പ്രിൻസിപ്പൽ മഹറൂഫ് ഹാഫി തുടങ്ങിയവർ സംസാരിച്ചു. ജാബിർ ഹുദവി അകലാട് സ്വാഗതവും റബീഹ് ഹുദവി നന്ദിയും പറഞ്ഞു. ഹാദിയ തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സത്താർ ഹുദവി, സെക്രട്ടറി ഉമർ ഹനീഫ ഹുദവി, ട്രഷറർ സുഹൈൽ ഹുദവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃശൂർ ജില്ലയിൽ വാമിനോ സന്ദേശയാത്ര നടത്തുന്നത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിക്കും. CCTV ന്യൂസ് പൊന്നേർകുളം. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSTA നേതൃത്വത്തിൽ ചാവക്കാട് മാർച്ചും ധർണയും നടത്തി. താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ ജില്ലാ സെക്രട്ടറി K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് അധ്യക്ഷനായി. മാർച്ചിന് ജില്ലാ സെക്രട്ടറി K പ്രമോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ജില്ലാ ട്രഷറർ ബിനോയ് T മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു TM, ഷൈജു PS, അനീഷ് ലോറൻസ്, ഷെറി എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, KRTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സോഫിയ വർഗീസ്, നിഖിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ ബിനോയ് T മോഹൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു TM നന്ദിയും പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണത്തല KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. R രവികുമാർ, PK ജമാൽ, ബീന രവിശങ്കർ, രേണുക ശങ്കർ, നളിനാക്ഷൻ, സുനിൽ കാര്യട്ട്, KV സത്താർ എന്നിവർ സംസാരിച്ചു. KJ ചാക്കോ, HM നൌഫൽ, MS ശിവദാസ്, അനീഷ് പാലയൂർ, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം 5ാമത്തെ പ്രാവശ്യമാണ് ഈ ബിൽ ഇങ്ങനെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ജീവിക്കാൻ പാകമില്ലാത്ത സാധാരണക്കാരൻ, അവൻ ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും ഗതിയില്ലാതെ വലയുന്ന സാധാരണക്കാരന്റെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ സ്ഥിതിയാണിത്. അമല ഫെലോഷിപ്പ് കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധന രോഗികൾക്കായി ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് CE ഉണ്ണി അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ലെബി ബേഴ്സൺ, സാമുവൽ K തോമസ്, ജോസഫ് വർഗീസ്, സോണി C പുലിക്കോട്ടിൽ, CK അപ്പുമോൻ, CC ജോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രോഗികളും നിരാലംബരുമായ 100ഓളം പേർക്കാണ് അമല ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത്. നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട്, വെട്ടുതട എന്നിവയും അന്നദാനവും ഉണ്ടായി. നടത്തറ രാജനും മച്ചാട് കനകനും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. മുരിങ്ങാത്തേരി സജീവ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. വിപണി. നാവിൽ കൊതിയൂറും വിഭവങ്ങളുടെ രുചി വൈവിധ്യവുമായി കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ചെമ്പോലാസ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 500 യൂണിറ്റ് സമ്മേളനം കമ്പനിപ്പടിയിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് LC ജെയിംസ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പിയാരത്ത് സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി ജയൻ CA യൂണിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ജിഷ ബിനോദ് വരവ് ചെലവ് കണക്കും, ബിന്ദു ഉദയൻ, സുജ എന്നിവർ പ്രമേയവും അവതരിപ്പിച്ചു. അക്കാദമിക തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും ഏരിയ പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉപഹാരം നൽകി ആദരിച്ചു. ശ്രീജ ചന്ദ്രൻ സ്വാഗതവും ധന്യ PJ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം എരുമപ്പെട്ടി മങ്ങാട് വടുക്കൂട്ട് വറീദിന്റെ മകൻ ദേവസി നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് മങ്ങാട് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. തങ്കമ്മ ഭാര്യയും ലിസി, ഫിലോമിന, ഡോളി, വർഗീസ്, മാർഗ്രറ്റ്, സെലിൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നാനി ബിയ്യത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസ്. 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ. PM സോമൻ നേടിയ 9-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് K കൊച്ചനിയൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിഭാഗീയത പരിഹരിക്കേണ്ടവർ തന്നെ പരസ്യമായി വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അണികളെ താക്കീത് ചെയ്യാനും കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും നേതൃത്വം ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ എൻവിയോൺമെന്റ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലുകളിൽ ഇടം പിടിച്ചു. ഒരൽപ്പം കരതരു, കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരൂപക ശ്രദ്ധ നേടുന്നു. ഭക്തി പുരസരം കുചേല ദിനാചരണം. അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും പന്തീരടി പൂജയ്ക്ക് ഭഗവാന് നിവേദിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ചാവക്കാട് പുന്ന കാജ കമ്പനി മാനേജർ കുട്ടപ്പൻ നായരുടെ 7ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. വൈശ്ശേരി മണക്കുളം റോഡ് രവിനിലയത്തിൽ നന്ദനൻ നായരുടെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.